ഉറക്കൂല, ക്ഷീണവുമില്ല, അങ്ങനത്തെ റബ്ബാണ്. പിന്നെ എന്താ പ്രശ്നം? അതുകൊണ്ട് സമസ്തക്ക് ഒരു വിഭാഗം പ്രവർത്തിക്കുന്നതല്ല പ്രശ്നം. പക്ഷെ സാധാരണക്കാരൻ ഒരു തെറ്റിൽ അകപ്പെടുന്നത് കാണുമ്പോൾ വിവരമുള്ള ആളുകൾ മിണ്ടാതിരുന്നു പോയാൽ പ്രശ്നമാണ്. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, ഇദാ ലഹറൽ ബിദ്ഉ വസകതൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ഇല്ലാത്ത ഒരു സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഭാഗം, ആ വിദഗ്ധ ഇവിടെ പ്രകടമായി വരിക. ഇന്ന് വരെ ചോദ്യം ചെയ്യാത്ത ചില കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക, ഇന്ന് വരെ സംശയമില്ലാത്ത കാര്യത്തിൽ സംശയം ജനിപ്പിക്കുക. ആ തരത്തിൽ വിദഗ്ധ കടന്നു വരുമ്പോൾ ആലിമ്യങ്ങൾ മിണ്ടാതിരിക്കാൻ പറ്റും? മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണ് ഈ മുടി എന്ന് പറഞ്ഞ് ഒരാൾ മുടി കൊണ്ടുവന്നാൽ ശ്രദ്ധിച്ചോ, അത് നബിയുടേത് അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ്? ആദ്യം നിങ്ങൾ അതിന്റെ ഗൗരവമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് പഠിക്കും. AP എന്നല്ല, ആരാവട്ടെ ഒരാൾ മുടി കൊണ്ടുവന്നു, എന്നിട്ട് ഇത് നബിയുടേതാണ് എന്ന് പറഞ്ഞു. എന്താ ഒരു സാധാരണക്കാരൻ ചിന്തിക്കുക? ഒരു കച്ചവടക്കാരൻ, ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു ബിസിനസ്സുകാരൻ, ഒരു ഭൗതിക ലോകത്തിലാണ് ദീനുമായി കൂടുതൽ ആഴ്ന്നിറങ്ങി ചിന്തിക്കാത്ത ഒരാള്, അസാല്ല അത് കൊണ്ടുവരെ പറയാ എന്ത് ചെയ്യാം, നമുക്ക് വിഷയാക്കണ്ടല്ലോ, ഇത്രേ പറയൂ. അതേ സമയത്ത് ഇത് നബിയുടേത് അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇതിൽ വരുന്ന ഒരു ആശയമുണ്ട്, ഈ മുടി ആരുടേതാണോ ആ ആള് നബിയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. മനസ്സിലായിട്ടില്ല? നബിയുടെ മുടിയാണെങ്കിൽ കുഴപ്പമില്ല, നബി അല്ലാത്ത ഒരാളുടെ മുടി കൊണ്ടുവന്ന് ഇത് നബിയുടേതാണ് എന്ന് പറയുമ്പോ ഒന്ന് നേരെ തിരിച്ചു പറ, നബിയുടെ മുടിയാണ് എന്ന് പറയുന്ന പകരം ഈ മുടി ആരുടേതാണോ ആ ആള് നബിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്ര വലുതാണ്. നബിയല്ലാത്ത ഒരാള് നബിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്ര വലുതാണ്. അള്ളാഹു നബിയാക്കി നിയോഗിച്ചിട്ടില്ലാത്ത ഒരുത്തനെ കുറിച്ച് നബിയാണ് എന്ന് മീർസ ഗുലാം അഹമ്മദ് നബിയാണ് എന്ന് ചിലരൊക്കെ വാദിച്ചു. പല ആളുകളും അവനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നിലപാട് തീരുമാനം പറയാൻ പാകിസ്ഥാനിലെ പണ്ഡിതന്മാർ, ഇറാനിലെ പണ്ഡിതന്മാർ, ഇറാഖിലെ പണ്ഡിതന്മാർ, അറബ് ലോകത്തെ പണ്ഡിതന്മാർ, ഇന്ത്യ രാജ്യത്തെ പണ്ഡിതന്മാർ പലരും മടിച്ചു നിൽക്കുമ്പോൾ നബിയല്ലാത്ത ഒരുത്തൻ നബിയാണ് എന്നുള്ള വാദം, ആ വാദം ചില ആളുകൾ അംഗീകരിക്കുന്ന കാഴ്ച നമ്മുടെ മാടായി സമീപമുള്ള കണ്ണൂർ പഴയങ്ങാടി ഭാഗത്തൊക്കെ അവരൊക്കെ ചില കേന്ദ്രങ്ങൾ ഉണ്ടാക്കി രംഗപ്രവേശം നടത്തിയപ്പോ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരാളെയും ഭയപ്പെടാത്ത പണ്ഡിതൻ, അല്ലാത്ത വേറെ ഒരാളെയും ഭയപ്പെടൂല. ഔലിയാക്കന്മാരൊക്കെ ബഹുമാനിക്കും, ഭയപ്പെടുന്ന അല്ലാഹുവിനെ മാത്രമാണ്. ശംസുൽ ഉലമായി തങ്ങൾ അങ്ങനെയാ. ആ ശംസുൽ ഉലമായി തങ്ങൾ ധൈര്യസമേതം പറഞ്ഞു അവൻ കാഫിറാണ്. ഇത് പറഞ്ഞതിന്റെ ഭാഗമായി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. കോടതിയിൽ പോയില്ലേ ശംസുൽ ഉലമായി തങ്ങൾക്കെതിരിൽ ഞങ്ങൾ കാഫിറാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളല്ല എന്നാണ് ഈ പണ്ഡിതൻ പറയുന്നത്. പലത്തായി മൊയ്തു ഹാജി ഇവിടെ ഇരിക്കുന്നുണ്ട്. ശംസുൽ ഉലമായി തങ്ങൾക്ക് ഹയാത്തുകാലത്തെ വല്ലാതെ ബന്ധമുണ്ടായിരുന്ന വ്യക്തിയിൽ ഒരാളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി തങ്ങൾക്കെതിരെ കോടതിയിൽ പോയി. എന്തിന്? നബിയല്ലാത്ത ഒരാളെ നബിയാണ് എന്ന് വാദിച്ചു കഴിഞ്ഞാൽ മതവിധി പറയേണ്ട പണ്ഡിതന്മാരെ മതവിധി പറഞ്ഞപ്പോ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പോയി എന്ന് മാത്രമല്ല, കോടതിയെ കൊണ്ട് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് സ്ഥാപിക്കാനാണ്. അങ്ങനെ കോടതിയിൽ ഈ കേസ് എത്തിയപ്പോ കേസ് വാദിക്കാൻ വേണ്ടി ഒരു കൈയെടുത്തു. എന്തുകൊണ്ട് ഏറ്റെടുത്തത്? ഖാദിയാനികളുടെ ഭരണഘടന ശരിക്കും വായിച്ചു നോക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ഇവർ ചൊല്ലുന്നുണ്ട് എന്നുള്ളത് ഭരണഘടനയിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഹൈന്ദവ സുഹൃത്താകുന്ന വക്കീല് മനസ്സിലാക്കി, ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ പാഠബുക്കിൽ വരെ ഉണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ്?
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന റസൂലുള്ളാഹ് എന്നാണ്. അപ്പോൾ ഇവർ മുസ്ലിമാണെന്ന് സ്ഥാപിക്കാൻ കോടതിയിൽ ന്യായം നേരത്താൻ എളുപ്പമെന്ന് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കോടതിയിൽ കേസ് വാദിക്കാനെത്തി. ശംസുൽ ഉലമാ ഈ തങ്ങളാണെങ്കിലോ വേറെ ഒരു അഡ്വക്കേറ്റിനെ വെച്ചില്ല, ഷെയ്ഖിനെ തന്നെ കയറി. ഇത് വിഷയം കുറച്ച് ഗൗരവമുള്ള കേസാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വക്കീലിനെ വെക്കുന്നതിനേക്കാൾ എല്ലാ വക്കീലുമാരുടെയും മേലെയാണ് ശംസുൽ ഉലമാ തങ്ങൾ. ഷെയ്ഖിനെ കോടതിയിൽ ഹാജരായി. ജഡ്ജി ചോദിച്ചു, ശംസുൽ ഉലമാ തങ്ങൾ നിങ്ങളെ വക്കീലെത്തിയോ? ഷെയ്ഖിനെ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഇങ്ങനത്തെ ഒരു വക്കീലിനെ ജഡ്ജി ഇതുവരെ കേട്ടില്ല. ശംസുൽ ഉലമാ തങ്ങൾ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞ ഒരു വക്കീലിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്തു, അദ്ദേഹത്തിന്റെ ദൈവത്തെ തന്നെ വക്കീലാക്കിയിട്ട് വന്നത് എന്നാണ് പറയുന്നതിനർത്ഥം. ഹൈക്കോട്ടെ കേസ് വാദിച്ചു. ആദ്യം തന്നെ ശംസുൽ ഉലമാ തങ്ങളോട് ഹൈന്ദവ സുഹൃത്താകുന്ന ഖാദിയാനികൾക്ക് വേണ്ടി വാദിക്കുന്ന വക്കീൽ ചോദിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയാൽ മുസ്ലിമാകുമോ? മുസ്ലിമാകില്ലേ? ശംസുൽ ഉലമ മിണ്ടിയില്ല, ഷെയ്ഖിന് ഒരക്ഷരവും പറഞ്ഞില്ല. അപ്പോഴേക്ക് ഇദ്ദേഹത്തിന് വലിയ ആവേശമായി. എൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ ഇദ്ദേഹം മുട്ടിപ്പോയല്ലോ, അതുകൊണ്ട് ചോദ്യം മാറ്റാതെ ചോദ്യം ആവർത്തിച്ചു. രണ്ടാമത്തെ ചോദ്യം അതേ ചോദ്യം, മിണ്ടിയില്ല. മൂന്നാമത്തെ ചോദ്യം അല്പം ശബ്ദമുയർത്തിയിട്ട ഇതേ ചോദ്യം മൂന്നാമതും ചോദിച്ചപ്പോൾ ശംസുൽ ഉലമാ തങ്ങൾ പറഞ്ഞു, ഈ ഹൈന്ദവ വക്കീലിനെ ചൂണ്ടിയിട്ട് ഇദ്ദേഹം ഇപ്പോൾ മുസ്ലിമായി കഴിഞ്ഞിരിക്കുന്നു. ഇയാളങ്ങ് വിറച്ചുപോയി. ജന്മത്തിൽ ഒരൊറ്റ കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇദ്ദേഹത്തിന്റെ പേരിൽ മുസ്ലിം എന്നൊരു ആരോപണം. ഞാൻ മുസ്ലിം ആയിട്ടില്ല, നിങ്ങൾ മുസ്ലിം ആയിട്ടുണ്ടല്ലോ. ഇല്ല, ഞാൻ മുസ്ലിം ആയിട്ടില്ല. ഖാദിയാനി മുസ്ലിമാണോ അല്ലേ ചർച്ച പോയിപ്പോ ഇയാൾ മുസ്ലിമാണല്ലോ, പുതിയ ചർച്ചയാ. ശംസുൽ ഉലമ പറഞ്ഞു, 3 വട്ടം ഷഹാദത്ത് കലിമ നിങ്ങളെ നാവിടങ്ങൾ ചെല്ലല്ലോ. അപ്പോഴാ ഇദ്ദേഹത്തിന് ബോധം വരുന്നത്, നാവുകൊണ്ട് ഞാൻ ചൊല്ലി എന്നുകൂടെ ഞാൻ മുസ്ലിം ആയിട്ടില്ല. എങ്കിൽ പിന്നെ ഖാദിയാനികൾ നാവുകൊണ്ട് ചൊല്ലിയത് കൊണ്ട് അവരും മുസ്ലിമാകണം എന്നില്ലല്ലോ എന്ന് ചിന്തിച്ചതോടുകൂടി ആ കേസ് അവിടെ മടക്കി വെച്ചു. പിന്നീട് ഇതുവരെ ആ വിഷയം പറഞ്ഞ കോടതിക്കാർ വന്നിട്ടില്ല. അതാണ് ശംസുൽ ഉലമാ തങ്ങൾ. ഞാൻ പറയുന്നത്, നബിയല്ലാത്ത ഒരാളെ നബിയാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെട്ടത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഇടപെടൽ ഈ കാലഘട്ടത്തിൽ വേണ്ടേ? 1957 ഫെബ്രുവരി മാസം 25-ന് കോഴിക്കോട് മുജാക്കര ജുമുഅത്ത് പള്ളിയിൽ അകത്തെ പള്ളിയിൽ വെച്ച് ളുഹാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ഉലമാ കൂടിയിട്ടാണ് ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലേക്ക് കൊണ്ടുവന്നത്. 57 എന്ന് പറഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കി എത്ര പതിറ്റാണ്ട് പിന്നിട്ടു. ആ ശൈഖുന 96 ആഗസ്റ്റ് മാസം 18-ന് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ശംസുൽ ഉലമാ തങ്ങൾ ഇരുന്ന ആ സ്ഥാനത്ത് സുബ്ഹാനല്ലാഹ് അല്ലാഹു പിന്നെ ഇരുത്തിയത് ആരെയാണ്? സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇപ്പോൾ പരിശുദ്ധ ഹറമിലാണ് ചെറുശ്ശേരി ഉസ്താദ് ഉള്ളത്. അല്ലാഹു അവിടുത്തെ ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ ഇൽമിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ആ നേതൃത്വത്തെ സുദീർഘമായി നമുക്ക് നൽകുമാറാവട്ടെ. മഹാനാകുന്ന ശംസുൽ ഉലമാ തങ്ങൾക്ക് ശേഷം ആ പദവിയിൽ ഇരുന്ന സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ്, ഇവരുടെ കാലഘട്ടത്തിൽ ഇതാ പുതിയ ശൈലിയിലാ പിന്നെ നബി അവതാരം വരുന്നത്. പുതിയ ശൈലിയിലാണ് വരുന്നത്. ശംസുൽ ഉലമാ തങ്ങളെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഒരുത്തനെ പിടിച്ചിട്ട് ഇവൻ നബിയാന്ന് പറയലായിരുന്നെങ്കിൽ ഇത് സാധാരണക്കാരനെ മുഴുവനും വഞ്ചിക്കുന്ന തലത്തിലായിപ്പോൾ വന്നത്. മർക്കസിന്റെ 23-ാം വാർഷിക വേളയിൽ മാതൃഭൂമി പത്രക്കാരന് ഒരു പേജ് മുഴുവനും ഇവിടെ പരസ്യം നൽകിക്കൊണ്ട് പൈസ കൊടുത്തുകൊണ്ട് ഒരു ലേഖനം. എന്താ ലേഖനം? മർക്കസിന്റെ ജനറൽ സെക്രട്ടറി പദവിയിൽ 23 വർഷം പൂർത്തിയാക്കിയ AP, നുബുവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷമാണ് ഇവിടെ ജീവിച്ചത്. എന്നിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തുല്യപ്പെടുത്തിയിട്ട് AP അബൂബക്കർ മൗലവിയെ ഇവർ തന്നെ പരിചയപ്പെടുത്തുക ഒരു ഭാഗത്ത്.
നേരത്തെ സിറിയക് ജോൺ പോലത്തെ ചില ആളുകളെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. ഇനി ഒരു നബി വരികയാണെങ്കിൽ ആ നബി ആരായിരിക്കും? AP ആയിരിക്കും എന്ന തരത്തിൽ ഒരു ഭാഗത്ത്. അങ്ങനെ ഓരോ സമയത്ത് ഓരോന്നോരോന്ന് പ്രചരിപ്പിച്ച് ഇപ്പോൾ പിന്നെ അവർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി വല്ലതും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് AP-യോട് ചോദിച്ചിട്ട് ചെയ്യൂ എന്ന് വരെ അവർ തന്നെ പ്രചരിപ്പിക്കുന്നു. ആ പിൻവലിക്കാത്ത ഒരു ആശയമാണ് അവരുടേത്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ തന്നെ ഏതോ ഒരുത്തന്റെ മുടി കൊണ്ടുവന്ന് ആ മുടി നബിയുടേതാണ് എന്നും ഇവർ പ്രചരിപ്പിക്കുന്നു. ഇവിടെയൊക്കെ ഒരു നുബൂവത്തിനെ വാദിക്കുകയും നബിയല്ലാത്ത ഒരാളെ നബിയാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ രീതികളാണ് കാണുന്നത്. ഇങ്ങനെ വന്നപ്പോൾ മഹാനാകുന്ന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് എന്ത് ചെയ്തു? ശ്രദ്ധിക്കെല്ലാവരും. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ LCDക്ക് വേണ്ടിയുള്ള ഒരു സ്ക്രീന് അവിടെ കെട്ടാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. അതിലേക്ക് നോക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് നോക്കാം. ഈ സമയത്ത് മഹാനാകുന്ന ശംസുൽ ഉലമ അന്ന് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇന്ന് സൈനുൽ ഉലമ എന്താ ചെയ്യേണ്ടത്? ചെറുശ്ശേരി ഉസ്താദ് ഈ വിഷയം കേട്ട ഉടനെ തന്നെ ഇതൊരു കള്ളമുടിയെന്ന് പറഞ്ഞു, ഇതൊരു വ്യാജ കേസമാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ AP-യെ അടുത്തറിയുന്ന ആരും AP വിഭാഗത്തിൽ പെട്ടെന്ന് അത് AP കൊടുന്നതല്ലേ, അത് വിശ്വസിക്കണ്ട എന്ന് AP വിഭാഗത്തിന് ആളുകളെ അടക്കം പറയാറുണ്ട്. അവരെ കൂട്ടത്തിലൊക്കെ അങ്ങനെ ചെറിയ ചില പ്രയോഗങ്ങളുണ്ട്. AP ഒരു വിഷയമായിട്ട് വരുമ്പോൾ അത് കാക്ക കൊടുന്നതല്ലേ എന്ന് പറയും, അതിലേക്കത് മറ്റയാൾ കൊടുന്നതല്ലേ എന്ന് പറയും. അത് AP വിഭാഗത്തിനകത്തു തന്നെ ഉള്ളതാണ്. പക്ഷെ ഇതൊക്കെ അറിയാവുന്ന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ഒരക്ഷരം പോലും അതിനെതിരിൽ പറയുന്നതിന് പകരം അല്ലാഹുവിനോട് ഇസ്തിഖാറത്ത് ചെയ്തു. ശ്രദ്ധിച്ചോ, കേരളത്തിൽ ഇതാ മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ മുഴുവനും അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത ബഹുമാനം നൽകുന്ന മുസ്ലിമീങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തുള്ള ശഹർ മുബാറക്ക് അത് ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് കാണാൻ, അതിട്ട വെള്ളം കുടിക്കാൻ വല്ലാത്ത താല്പര്യമുള്ളവരാണല്ലോ മുസ്ലിമീങ്ങൾ. എന്നാ 10,000-കണക്കിന് മദ്രസകൾ, മഹല്ലുകൾ, സ്ഥാപനങ്ങൾ, പ്രദേശങ്ങളെ മുഴുവനും മതനേതൃത്വമായി നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയാകുന്ന മഹാനാകുന്ന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ആലോചിച്ചു ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത്. മഹാനാകുന്ന ശൈഖുന ഇസ്തിഖാറത്ത് ചെയ്തു. ഇമാമുകൾ ഈ വിഷയത്തിലൊക്കെ രേഖപ്പെടുത്തിയ ഓരോ ഭാഗങ്ങളും കൃത്യമായി പരിശോധിച്ചു. സമൂഹത്തോട് പറയുമ്പോൾ തോന്നിയത് പറയാൻ പറ്റൂല. ആലിമീങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ തോന്നിയത് പറയാൻ പറ്റൂല. അതുകൊണ്ട് പറയേണ്ടത് പറയാൻ പറ്റൂ എന്ന നിലക്ക് സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് കിതാബുകൾ പരതി സമൂഹത്തിന് കൃത്യമായി ദർസ് നടത്തി കൊടുത്തു. ശ്രദ്ധിച്ചോ, ബഹുമാനപ്പെട്ടവർ ആദ്യമായി സമൂഹത്തോട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഖസായിസുൽ കുബ്ര എന്ന് പറയുന്ന പരിശുദ്ധ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കുകയാണ്. ചെറുശ്ശേരി ഉസ്താദിന്റെ വക അല്ല, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ വകയും അല്ല. പിന്നെയോ ഒരു സംഭവം എന്താണ്? മഹാനാകുന്ന സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഖാദിമാണവർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്തിനായ വർഷങ്ങളോളം നബി തങ്ങൾക്കൊപ്പം സഞ്ചരിച്ച മഹാനാകുന്ന അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിനറിയാം നബി തങ്ങളുടെ പ്രത്യേകതകൾ അറിയാം. ആ അനസ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖസായിസിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം ചെറുശ്ശേരി ഉസ്താദ് ബഹുമാനപ്പെട്ട ഈ സമൂഹത്തിനോട് പറഞ്ഞു കൊടുത്തു. അതോടുകൂടി ജനങ്ങൾക്ക് സത്യം അസത്യം മനസ്സിലാക്കാൻ പിന്നെ പ്രയാസമുണ്ടായില്ല. എന്താ സംഭവം? അനസ് റളിയല്ലാഹു അൻഹു വല്ലാത്ത സൽക്കാരപ്രിയനാണ്. വീട്ടിൽ ആര് വന്നാലും വല്ലാതെ സൽക്കരിക്കും. അങ്ങനത്തെ സൽക്കാരപ്രിയനാകുന്ന അനസ് റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഒരു സംഘം ആളുകൾ രാവിലെ സമയത്ത് വരികയാണ്. ആ വരുന്ന ആളുകൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ട ഭക്ഷണങ്ങളൊക്കെ അവിടെ ഒരുക്കി തയ്യാറാക്കി
എന്നിട്ട് ഒന്നിച്ച് ഇരുന്ന് സുപ്രയിൽ അത് കൊണ്ടുവന്ന് വെച്ച് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് മഹാനാകുന്ന അനസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാരിയത്തിനോട് ആവശ്യപ്പെട്ടു, ആ ടവൽ, ആ ഉറുമാലൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ, ആ ടവലൊന്ന് കൊണ്ടുപോവാ എന്ന് പറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ടവൽ കൊണ്ടുവന്നു കൊടുത്തു. ഇന്നത്തെ പോലെ നമ്മുടെ വീടുകൾ അവസ്ഥ പോലെയല്ല. അന്നത്തെ വീടുകൾ പൊടി പാറുന്ന സ്ഥലങ്ങളല്ല. ഇന്നത്തെ പോലെ ഷോക്കേസുകളോ അല്ലെങ്കിൽ ഷെൽഫുകളോ മറ്റു സംവിധാനങ്ങളൊന്നും ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ ഈ ടവൽ കുറെ പൊടി പടലങ്ങളുണ്ട്, അഴുക്കായി കളിക്കണം. അഴുക്കുള്ള ഏതൊരു ശീലകഷ്ണം, ഏതൊരു തുണിയാണെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ച് സോപ്പ് തേച്ച് നന്നായി കഴുകി വൃത്തിയാക്കും. അതിന് സ്വഭാവം അങ്ങനെയാ. പക്ഷെ അനസ് റളിയല്ലാഹു അൻഹു അടുപ്പിൽ ശരിക്ക് തീ കത്തിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ ടവല് കൊണ്ടുപോയി അടുപ്പിലിടുകയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ഒരു ശീലകഷ്ണം കൊണ്ടുപോയിട്ടാൽ സ്വാഭാവികമായി അത് കത്തി ചാമ്പലാകുന്നതാണ്, അത് ചാരമായി വെണ്ണീരായിത്തീരും. പക്ഷെ അല്പസമയം ഈ ടവല് തീയിലങ്ങ് കടന്നു, തീ അങ്ങനെ പതുക്കെ അങ്ങനെ അണഞ്ഞുപോയി. ആ സമയത്ത് ഫഖറജ അബിയല്ലബൻ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, അനസ് റളിയല്ലാഹു തആല അൻഹു തീയിലേക്കിട്ട ആ ടവല് സുബ്ഹാനല്ലാഹ് ഫഖറജ അബിയല്ലബൻ, പാലുപോലെ തൂവെള്ള നിറമായി അഴുക്കില്ലാതെ ചേരില്ലാതെ ആ ടവല് പുറത്തേക്ക് വരുമ്പോ സുബ്ഹാനല്ലാഹ് അത്ഭുതപ്പെട്ടുപോയ അതിഥികളാകുന്ന ആളുകൾ ചോദിച്ചല്ലോ, മാ ഹാദാ, അനസ് തങ്ങളെ എന്താണ് സംഭവം? ഒരു ടവൽ തീയിലേക്കിട്ടിട്ട് കത്തുന്നില്ലല്ലോ. ഒരു ടവൽ തീയിലേക്കിട്ടപ്പോ അഴുക്കുള്ള ടവലായിരുന്നു. അഴുക്ക് മുഴുവനും തീർന്നുകൊണ്ട് തൂവെള്ള നിറമായി നല്ല അഴകുള്ള വെളുത്ത നിറമായി തിരിച്ചു വരികയാണല്ലോ. എന്താണ് സംഭവമെന്ന് ചോദിച്ചപ്പോ മഹാനാകുന്ന അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. ശ്രദ്ധിച്ചോ, ഹാദാ മിൻ ദീനുൻ, ഇതൊരു ടവലാണ്. ഏത് ടവൽ? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു ബിഹി വജ്ഹഹു, ഇതുകൊണ്ട് നബി തങ്ങൾ അവിടുത്തെ മുഖം ഒന്ന് തുടച്ചിട്ടുണ്ട്. ഫഇദത്തഫഹ, ഈ ടവൽ ചേറായി കഴിഞ്ഞാൽ, അഴുക്ക് വന്നു കഴിഞ്ഞാൽ, സ്വനഅനാ ബിഹി ഹാകദ, ഞങ്ങൾ സാധാരണ തീയിലിടലാണ് പതിവ്. കാരണം എന്താ? ലിഅന്നന്നാറ, നിശ്ചയം തീ എന്ന് പറഞ്ഞാൽ ലാ യഅകുലു ശൈഅൻ മർറ അലാ വുജൂഹിൽ അംബിയാ, അംബിയാഇന്റെ ശരീരത്തിൽ തട്ടിയതാണോ പിന്നെ തീയിലിട്ടാൽ അത് കത്തുകയില്ല എന്ന് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക, എന്റെ സ്വഹാബത്ത് എവിടെയാ, അവിടെ നിങ്ങൾ നിന്നോ എന്ന് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി തങ്ങളെ ശരീരത്തിൽ നിന്ന് മുളച്ചിട്ടുള്ള ഒരു മുടിയെക്കുറിച്ചല്ലോ, ശരീരത്തിന്റെ പുറത്തുള്ള ഒരു തുണിക്കഷ്ണം കൊണ്ടുവന്ന് ആ നബി തങ്ങളെ ശരീരമൊന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തീയിലിട്ടാൽ പോലും കത്തുകയില്ല എന്നാണ്. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിന് അല്ലാഹു ശറഫ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിൽ മുളച്ചിട്ടുള്ള പരിശുദ്ധമായ മുടി, ആ മുടി നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നീ അതൊന്ന് തീയിൽ വെച്ച് നോക്ക്, കത്തുമോ എന്ന് മഹാനാകുന്ന സൈനുൽ ഉലമായി ചെറുശ്ശേരി ഉസ്താദ് പാണ്ഡിത്യത്തിന്റെ ഗാംഭീര്യതയോടെ ആധികാരികതയോടെ ഇമാം സുയൂത്തി തങ്ങളുടെയും അനസ് റളിയല്ലാഹു അൻഹുവിന്റെയും പിന്തുണയോടെ ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ പിഴക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി തങ്ങളെ പിൻഗാമി ഇവിടെ ദൗത്യം കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോ, ഈ സമയത്ത് ഇവരെന്താ ചെയ്തത്? മുടി കത്തുകയില്ല എന്നുള്ള ആ സത്യസന്ധമായ വാദം ഇവർ അംഗീകരിച്ചോ? ഞങ്ങളെ കൈയുള്ള മുടി വേണമെങ്കിൽ കത്തിച്ചു നോക്കാം, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നവർ പറഞ്ഞു. അതല്ലെങ്കിൽ ഇങ്ങനെ മഹാനാകുന്ന ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത് അത് ശരിയായ നിയമമാണ്, നയമാണെന്ന് അവർ സമ്മതിച്ചോ? സമ്മതിക്കുന്നതിന് പകരം സിറാജ് പത്രത്തിൽ എഴുതിയത് പറയാൻ എനിക്ക് വേദനയുണ്ട്,
ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ നിങ്ങൾക്ക് ഹൈന്ദവ വിശ്വാസം ഉണ്ടോന്നാ ചോദിച്ചത്. ഈ ചോദ്യത്തിലും അവർക്ക് എന്തൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു പോയി. ഈ ചോദ്യം അനസ് തങ്ങളോട് ചോദിക്കേണ്ടി വരില്ലേ? അവർ അനസ് തങ്ങളെ നിങ്ങൾക്ക് ഹൈന്ദവ വിശ്വാസം ഉണ്ടോ ചോദിക്കേണ്ടി വരൂലേ? ഇമാം സയ്യൂത്തി തങ്ങളോട് ചോദിക്കേണ്ടി വരില്ലേ? അന്ന് മുതൽ ഇന്ന് വരെ കോടിക്കണക്കിന് മഹാന്മാർ ഇത് അംഗീകരിച്ചു, അവരോടൊക്കെ ചോദിക്കേണ്ടി വരില്ലേ? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ നിങ്ങൾക്ക് ഹൈന്ദവ വിശ്വാസമുണ്ടോ? എന്താ ചോദിക്കാൻ കാരണം? രാമന്റെയും സീതയുടെയും കഥയിലുണ്ട് ഒരു അഗ്നിശുദ്ധി വരുത്തൽ. അത് വെച്ചുകൊണ്ടാ ചോദിക്കുന്നത്. എവിടേക്കാ ഇവരെ പോക്ക്? ഇത് സംഘടനാപരമാണോ? ഇത് APEK ആണോ? ഇത് SSF SKSSF ആണോ? അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധിയെ അംഗീകരിക്കുന്ന ആളുകളെ രാമനിലേക്കും സീതയിലേക്കും ഇവിടെ വെച്ച് കിട്ടുമ്പോ അഗ്നിശുദ്ധി വരുത്തുകയാണ് എന്ന് പറഞ്ഞ് ഹൈന്ദവ ആചാരങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറ് മുബാറക്കിലുള്ള ആ പരിശുദ്ധിയെ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് മുമ്പിൽ ബിദ്അത്തുകാരെ കടന്നു വെട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിച്ചുകൊണ്ട് നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? ഇവിടെ നമുക്ക് വിഷയം UDF LDF അല്ലല്ലോ. ഇവിടെ നമുക്ക് രാഷ്ട്രീയമല്ലല്ലോ നമ്മുടെ വിഷയം. ഇവിടെ അല്ലാഹുവിന്റെ ദീനല്ലേ. 72 കൊല്ലം ജീവിച്ചിട്ട്, ശ്രദ്ധിച്ചോ, 72 കൊല്ലം ജീവിച്ചിട്ട് സുജൂദിന്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കി നടന്ന റഈസുൽ ഉലമാ കാളമ്പാടി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനാകുന്ന ശൈഖുന പരസ്യമായി പറഞ്ഞു, ഈ വ്യാജ കേസത്തിൽ മുഅ്മിനീങ്ങളെ നിങ്ങൾ വഞ്ചിതരാവാൻ പാടില്ല. സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, കേരളത്തിലെ ആയിരക്കണക്കിന് മഹല്ലത്തിന്റെ മഹാനാകുന്ന ഖാദി സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഒരിക്കലും അതിൽ വഞ്ചിതരാവാൻ പാടില്ല. ഈ തരത്തിൽ ഈ മഹാപണ്ഡിതന്മാർ മുഴുവനും എന്തിനു പറഞ്ഞതാ? നാളെ റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ കാളമ്പാടി ഉസ്താദിനോട്, ചെറുശ്ശേരി ഉസ്താദിനോട്, ഹൈദർ ശിഹാബ് തങ്ങളോട്, കോയക്കുട്ടി ഉസ്താദിനോട്, എല്ലാ അലിമീങ്ങളോടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കും, എന്റെ പ്രിയപ്പെട്ട ഹബീബിനെ ആക്രമിക്കാൻ വേണ്ടി ചില ആളുകൾ കടന്നു വന്നപ്പോ, ഒളിഞ്ഞും തെളിഞ്ഞും കടന്നു വന്നപ്പോ, രൂപത്തിലോ മുഖം സ്വീകരിച്ചിട്ട് വന്നപ്പോ പ്രിയപ്പെട്ട പണ്ഡിതര് 10 പൈസ പിരിച്ചില്ല. ഭൗതികമായ ഒരു നേട്ടത്തിന് വേണ്ടി അവർ കൊതിക്കുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ പരിശുദ്ധ പദവിയിൽ, പ്രസിഡന്റ് പദവിയിൽ മഹാനാകുന്ന വരക്കൽ തങ്ങളും കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള സ്വാലിഹീങ്ങൾ ഇരുന്ന ആ പദവിയിൽ റഈസുൽ ഉലമാ കാളമ്പാടി ഉസ്താദ് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ പദവിയോടുള്ള ഒരു ബാധ്യത മഹാനാകുന്ന കാളമ്പാടി ഉസ്താദ് തീർക്കേണ്ടതുണ്ട്. ഇന്ന് വരെ ഭൗതിക വിഷയത്തിൽ ഇടപെടാത്തവരാ കാളമ്പാടി ഉസ്താദ്. പക്ഷെ ഈ മുടി വിഷയം വന്നപ്പോ ഇതൊരു സംഘടനാപരമല്ല, ഇത് ഇടത് വലത് എന്ന ചർച്ചയിലേക്ക് പോകേണ്ടതല്ല, ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, ഇതൊരു ലളിതമായ കാര്യമായി, ഇതൊരു നിസ്സാരമായ വിഷയമായി കാണേണ്ടതല്ല, ഇതൊരു വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്ന് കാളമ്പാടി ഉസ്താദ് തുറന്നുയാനുള്ള കാരണം നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, AP അബൂബക്കർ മൗലവി കൊണ്ടുവന്ന മുടി, അതിന്റെ ആധികാരികതകളൊക്കെ ഇൻഷാ അല്ലാഹ് മുസ്തഫ അഷ്റഫി ഇവിടെ LCD വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചില ദൃശ്യങ്ങൾ കാണിച്ച് തന്നുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകും. എന്നാൽ ആ വിഷയത്തിൽ നിങ്ങൾ ഒരു ആമുഖം എന്ന നിലക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കിനെ എല്ലാവരും ആദരിക്കണം. ഒരിക്കലും ആ പരിശുദ്ധ ഷഅർ മുബാറക്കിനോട് ആദരവ് കുറഞ്ഞു പോകുന്ന തരത്തിൽ ചിന്തയോ സംസാരമോ നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. അതിനോട് വലിയ ബഹുമാനമാണ് നമുക്ക് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ മുടിക്ക് ആദരവ് കൽപ്പിച്ചവരാ, സ്വഹാബത്ത് മുഴുവനും ആദരവ് കൽപ്പിച്ചവരാ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൽ അവിടുത്തെ മുടി വടിച്ചു കളഞ്ഞപ്പോ ആ മുടി എടുത്തുകൊണ്ട് യഖ്സിമുഹു ബൈനന്നാസ്, ഇത് ജനങ്ങൾക്ക് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുടിക്കുള്ള ശറഫ് അവർ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ്. അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുന്നതാണ്. അതിന്റെ ശറഫ് ഒരു കാലത്തും പോകില്ല.
അത് ആർക്കെങ്കിലും കയ്യിൽ കിട്ടിയാൽ അത് സൂക്ഷിക്കുന്ന ആളുകൾ, അതിന്റെ ബഹുമാനം വകവെച്ചുകൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ, അവരാണ് മുഅ്മിനീങ്ങൾ. അത് വിൽപ്പനക്ക് വേണ്ടി നടത്തുന്ന ഒന്നല്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവരെ കയ്യിൽ മുടി കിട്ടിയിട്ടില്ലായിരുന്നോ? ഇല്ലേ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മഹാന്മാരാകുന്ന 4 അഇമ്മത്തിൽ പ്രധാനികളിൽ ഒരാളല്ലേ മഹാനാകുന്ന അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷാർ മുബാറക് കിട്ടി. അവർ എന്താ ചെയ്തത്? അവർ സാധാരണ ധരിക്കുന്ന ഒരു കമീസുണ്ട്, ഒരു നീളം കുപ്പായം, അതിന്റെ ഉള്ളിൽ പതുക്കെ അത് തുന്നി വെച്ചു, പതുക്കെ തുന്നി പിടിപ്പിച്ചു വെച്ചു. എന്നിട്ട് അതായിരുന്നു ഇബാദത്തിന് വേണ്ടി ധരിക്കൽ. ആ തുണിയായിരുന്നു, ആ പരിശുദ്ധ കമീസായിരുന്നു. ദർസ് നടത്തുമ്പോൾ, വഴങ്ങു പറയുമ്പോൾ, ദീനീ കാര്യങ്ങൾക്ക് മുഴുവനും ഈ കമീസ് ധരിക്കും. എന്തിന്? ബറക്കത്തിന് വേണ്ടി. അല്ലാഹുവിന്റെ ദീനെ തുറന്നു പറഞ്ഞപ്പോ മഹാനാകുന്ന ത്തിന്റെ ആശയങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞു. ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ ആക്രമിച്ചു, പീഡിപ്പിച്ചു, ജയിലടച്ചു, വലിയ കഥകളാ. ഞാൻ അതിലേക്ക് പോകുക